ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശുവേ സ്തുതി. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. ജോവേൽ പ്രവാചകന്റെ പ്രവചനം. ക്രിസ്തുവിന് 500 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച ജോവേൽ പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്തു, അന്ത്യനാളുകളിൽ ഇത് സംഭവിക്കും. എല്ലാ മനുഷ്യരുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. പ്രിയപ്പെട്ടവരെ, സഭയുടെ ചരിത്രത്തിൽ 2000 കൊല്ലത്തെ ചരിത്രത്തിൽ കോടാനുകോടി രക്തസാക്ഷികൾ ഉണ്ടായിട്ടുണ്ട്, കോടാനുകോടി വിശുദ്ധരുണ്ടായിട്ടുണ്ട്, സഭയെ നയിക്കുന്ന വലിയ ജനസമൂഹങ്ങളെ നയിക്കുന്ന വിശുദ്ധരുണ്ടായിട്ടുണ്ട്. അവരെല്ലാം ഒരുപക്ഷെ ഒരു കാലത്ത് നമ്മളെപ്പോലെ കുറവുകളുള്ളവരും പാപികളുമായിരുന്നു. അങ്ങനെയുള്ള വ്യക്തികളിലേക്ക് ദൈവത്തിൻ്റെ അനന്ത കരുണ, ദൈവം തൻ്റെ വാഗ്ദാനം പൂർത്തിയാക്കിക്കൊണ്ട് എല്ലാ മനുഷ്യരുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും എന്ന വാഗ്ദാനം പൂർത്തിയാക്കിക്കൊണ്ട് സഭയുടെ ചരിത്രത്തിൻ്റെ ഏതെങ്കിലും നാളുകളിൽ അനേകം പേരെ തിരഞ്ഞെടുത്തുയർത്തി. വിശുദ്ധ ഇഗ്നേഷ്യസ് ലോയോള പള്ളിയിൽ പോകാത്തയാളായിരുന്നു. എന്നാൽ യുദ്ധത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കിടന്ന കാലത്ത് ഒരിക്കലും അറിയാത്ത ദൈവത്തെ, യേശുവിനെ അറിഞ്ഞു. ഒരു യേശുവിൻ്റെ സേനാനിയായി ഒരു സന്യാസഭ സ്ഥാപിച്ചു. പിൽക്കാലത്ത് അനേകം വിശുദ്ധരും അനേകായിരം വൈദികരും എല്ലാം അതിലൂടെ ഉണ്ടായി. നമ്മൾ ഈ ശുശ്രൂഷ നടത്തുമ്പോൾ ഈ ശുശ്രൂഷയ്ക്ക് തന്നെ പ്രേരണ നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തെ ജ്വലിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവാണ് യേശു ആരാണെന്ന് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. യേശുവിൻ്റെ, ദൈവത്തിൻ്റെ അനന്ത സ്നേഹം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് പരിശുദ്ധാത്മാവാണ്. ദൈവം സ്നേഹമാകുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവം സ്നേഹമാകുന്നു. 1 യോഹന്നാൻ 4:16 ദൈവം സ്നേഹമാകുന്നു. ജെറമിയ 31:3 അനന്തമായ സ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിച്ചു, അതിനാൽ നിന്നോടുള്ള എൻ്റെ സ്നേഹം ശാശ്വതമാണ്, പിൻവലിക്കപ്പെടാത്തതാണ്. സങ്കീർത്തനം 136:1 കർത്താവിൻ്റെ സ്നേഹം, കർത്താവിൻ്റെ കരുണ അനന്തമാണ്. അനന്ത സ്നേഹം, അനന്ത കരുണ, അനന്ത നന്മ, സർവശക്തനായ ദൈവം. യെർമ്യാ പ്രവചനത്തിൽ പറയുന്നു, ഞാൻ സർവശക്തനായ ദൈവമായ കർത്താവല്ലേ, എനിക്ക് അസാധ്യമായി വല്ലതുമുണ്ടോ? ആ നല്ലവനായ ദൈവം, വലിയവനായ ദൈവം സമയത്തിൻ്റെ തികവിൽ പിതാവിൻ്റെ നിശ്ചയപ്രകാരം മനുഷ്യരൂപം ധരിച്ചു. ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനം 2:5 മുതൽ 10 വരെ തിരുവചനങ്ങൾ ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി അവൻ പരിഗണിച്ചില്ല. പരിശുദ്ധ ത്രിത്വത്തിലെ 2ാം ആളായ പുത്രൻ തമ്പുരാൻ തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്നു. കുരിശുമരണം വരെ അനുസരണമുള്ളവനായിരുന്നു. ആകയാൽ ദൈവം അവനെ ഉയർത്തി, മരിച്ചവരിൽ നിന്നുയർത്തി. എല്ലാ നാമത്തെയുംകാൾ വലുതായ നാമം അവന് കൊടുത്തു. ആ നാമത്തിൻ്റെ മുമ്പിൽ എല്ലാ മുഴങ്കാലുകളും മടങ്ങണമെന്ന് പിതാവായ ദൈവം നിശ്ചയിച്ചു. നമ്മളിന്ന് കേരളത്തിൽ ഉടനീളം, ലോകമെമ്പാടും എന്നൊക്കെ പറയാം, കേരളത്തിലുടനീളം ധാരാളം ധ്യാനമന്ദിരങ്ങളുണ്ട്, വചനപ്രഘോഷണ ശുശ്രൂഷകളുണ്ട്. അവിടെയെല്ലാം
ജനങ്ങൾ തടിച്ചുകൂടാറുണ്ട്, ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളുമൊക്കെ. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുക? ദൈവം പരിശുദ്ധാത്മാവിനെ വർഷിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വർഷിക്കുന്നു. നാനാജാതി മതസ്ഥർക്ക്, ഹൈന്ദവർക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ദൈവം ഇല്ല എന്ന് ചിന്തിക്കുന്നവർക്കും എല്ലാം അനന്ത കരുണ ദൈവം വർഷിച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറച്ച് ജീവിത പരിവർത്തനം വരുത്തുന്നു. കേരളത്തിലുടനീളം ലോകത്തിലെമ്പാടും പ്രത്യേകിച്ച് മലയാള ഭാഷ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ യേശുവിന് സാക്ഷ്യം വഹിക്കുന്ന ധാരാളം പേരെ നമ്മൾ കണ്ടുമുട്ടാറുണ്ട്. എന്താണ് സാക്ഷ്യം വഹിക്കുക എന്ന് പറഞ്ഞാൽ, യേശു മരിച്ച് മൺമറഞ്ഞു പോയൊരു വ്യക്തിയല്ല, മരിച്ചുയർത്ത് ഇന്നും ജീവിക്കുന്ന വ്യക്തിയാണ്. ഇതാണ് സാക്ഷ്യം വഹിക്കുന്നു. രോഗശാന്തികൾ നടക്കുന്നു, അത്ഭുത രീതിയിൽ ക്യാൻസർ സുഖപ്പെടുന്നു, തളർവാദ രോഗികൾ സുഖപ്പെടുന്നു. ഇതെല്ലാം നാളുകളായിട്ട് നമ്മൾ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്താണ്. എന്താണ് ഇതിൻ്റെ എല്ലാം വെളിപ്പെടുത്തൽ? ദൈവം അനന്ത കരുണയാണ്, ദൈവം അനന്ത സ്നേഹമാണ്. നമുക്കെല്ലാവർക്കും വേണ്ടി നിത്യജീവൻ ഒരുക്കി കാത്തിരിക്കുന്ന ദൈവമാണ്. നമുക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വചനം 1 യോഹന്നാൻ 2:2. അവൻ നമ്മുടെ പാപപരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല, ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്കുള്ള പരിഹാര ബലി. ആ യേശു ക്രിസ്തു മരിച്ചുയർത്തവൻ നമ്മുടെ കൂടെ ഇന്നും വസിക്കാൻ, എന്നും വസിക്കാൻ വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. തിരുവോസ്തി രൂപനായി തിരുസക്രാരിയിൽ അവിടുന്ന് എഴുന്നള്ളിയിരിക്കുന്നു. ഭാരം വഹിക്കുന്നവരും അധ്വാനിക്കുന്നവരും മനക്ലേശം അനുഭവിക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ എന്ന് അവിടുന്ന് മനുഷ്യ ഹൃദയങ്ങളോട് സംസാരിക്കുന്നു. യോഹന്നാൻ 14:1-2. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകരുത്, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന നമുക്ക് ഈ സമയത്ത് തന്നെ വചനം കേൾക്കുന്ന എല്ലാ അവസരങ്ങളിലും ശരീരത്തിനും മനസ്സിനും രോഗസൗഖ്യം നൽകിക്കൊണ്ടിരിക്കും. ഇപ്പോൾ തന്നെ ചിലർക്കൊക്കെ രോഗശാന്തി അനുഭവങ്ങൾ ഉണ്ടായിരിക്കണം. ശരീരത്തിൻ്റെ വേദന വിട്ടുപോകുന്ന അനുഭവം, ദുഃഖഭാരം വിട്ടുപോകുന്ന അനുഭവം, മനോപീഡ നീങ്ങിപ്പോകുന്ന അനുഭവം, പ്രത്യാശയും സന്തോഷവും സമാധാനവും കൊണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ട് നമ്മുടെ ഹൃദയ മനസ്സുകൾ നിറയുന്നു. അതോടൊപ്പം വചനം വായിക്കുവാൻ, പഠിക്കുവാൻ, കേൾക്കുവാൻ ഉള്ള ദാഹം, വചനത്തോടുള്ള ആഭിമുഖ്യം. നമ്മൾ തിരുഹൃദയത്തിൻ്റെ അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ വണക്കവാസ പുസ്തകങ്ങളെല്ലാം വായിക്കുമ്പോൾ, പ്രാർത്ഥന ചെല്ലുമ്പോൾ, പരിശുദ്ധാത്മാവ് മനഃപൂർവ്വം ആ പുസ്തകം തയ്യാറാക്കിയവരോടൊപ്പം ഇരുന്ന് ആ വചനങ്ങളെല്ലാം ചേർത്ത് കൊടുത്തതാണ് നമുക്ക് മനസ്സിലാകും. വായിക്കുമ്പോൾ തന്നെ ഹൃദയം ദൈവസ്നേഹം കൊണ്ട്, യേശുവിനോടുള്ള സ്നേഹം കൊണ്ട്, നന്ദി കൊണ്ട് നിറയുന്നു. പ്രിയപ്പെട്ടവരെ, ഇതൊരു ഭാഗ്യപ്പെട്ട അവസരമാണ്. യേശുവിനെ കൂടുതൽ കൂടുതൽ അറിയുക, യേശുവിൻ്റെ സ്നേഹം കൊണ്ട് നിറയുക, നന്ദി സ്തുതി കൊണ്ട് നിറയുക, യേശുവിൻ്റെ സാദൃശ്യത്തിലേക്ക് പടിപടിയായി രൂപാന്തരപ്പെടുക, യേശുവിനെ പോലെയാവുക. ടു ബിക്കം ലൈക്ക് ക്രൈസ്റ്റ്. എനിക്ക് യേശുവിനെ പോലെയാകണം, എനിക്ക് യേശുവിനെ പോലെയാകണം. ചെറിയ അളവിലല്ല, നോട്ട് ഇൻ എ മെഷർ, വലിയ അളവിൽ തന്നെ നമ്മുടെ ഹൃദയം ദാഹിക്കട്ടെ. യേശുവിലേക്ക്, യേശുവിൻ്റെ തിരുഹൃദയ സ്നേഹത്തിലേക്ക്, യേശുവിൻ്റെ ശാന്തതയിലേക്ക്, യേശുവിൻ്റെ സമാധാനത്തിലേക്ക് നമുക്കെല്ലാവർക്കും ഓരോ നാളിലും പടിപടിയായി രൂപാന്തരപ്പെടുവാൻ, ടു ബിക്കം ലൈക്ക് ജീസസ്, യേശുവിനെ പോലെയാകുവാൻ നല്ലവനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
പരിശുദ്ധ അമ്മയും വിശുദ്ധ ഔസേപിതാവും കോടാനുകോടി വിശുദ്ധരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ സ്തുതി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. Praise the Lord.